ഈ വീഡിയോയിൽ UNGA ഈ യുണൈറ്റഡ് നേഷൻസ് ആ മീറ്റിങ്ങിൽ നടന്ന കോലാഹലങ്ങളാണ്. നമ്മൾ വിചാരിച്ച് പാകിസ്ഥാൻ പിന്നെ കശ്മീരിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കശ്മീരിൽ ഇപ്പം ഇലക്ഷൻ നടത്തണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ഉറച്ച് പറയുന്നത്. ഇപ്പം ഇലക്ഷൻ നടത്താൻ ഒരു കാര്യമില്ലായിരുന്നു. ഈ മോദി ഗവൺമെൻറ് ഈ മൂന്നാമത് ഈ ഒരു പിന്നെ ഒരു അവസരം കിട്ടിയ സ്ഥിതിക്ക് ഇവർ ഇലക്ഷൻ കുറച്ച് ഇവരുടെ ലാസ്റ്റ് ഫേസിൽ നടത്തിയാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ സെറ്റിൽമെൻറ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇവർ പറഞ്ഞ കണക്ക് ഈ പണ്ഡിറ്റ് ഫാമിലികളെ ഒന്നും ഇവർ റീലൊക്കേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല. 1948 ഏപ്രിലിൽ ഈ പ്രമേയം യുഎസിലേക്ക് പിന്നെ നെഹ്റു എടുത്തുകൊണ്ട് പോയ സമയത്ത് അവിടെ പറയപ്പെട്ടിരുന്നത് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ടെറിട്ടറിയിൽ നിന്നും പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് പിന്മാറണം, അവരുടെ മിലിറ്റൻസി കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറണമെന്നാണ് പറഞ്ഞിരുന്നത്. അത് മാറ്റിയാൽ മാത്രമേ അവിടെ പ്ലെബിസൈറ്റിന് സാധ്യത ഒരുങ്ങുള്ളൂ. ഈ പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു ബാലറ്റ് ബോക്സ് വെച്ചിട്ട് ഇന്ത്യയോടാണോ പാകിസ്ഥാനോടാണോ പോകുന്നതിനുള്ള ഒരു തീരുമാനം ഒരു ബാലറ്റ് വോട്ടിങ്ങിലൂടെ തീരുമാനിച്ചെടുക്കുന്നതാണ് ഈ പ്ലെബിസൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ആദ്യമായിട്ട് UN സംഘടനയിൽ ഞങ്ങൾ ഇത്രയും കാലം നമ്മൾ പ്ലെബിസൈറ്റ് വേണം എന്ന് പറഞ്ഞ് നിന്ന കാലഘട്ടത്തൊന്നും അവർക്ക് നടത്താൻ താല്പര്യമില്ലാതെ ഇപ്പം വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് പ്ലെബിസൈറ്റ് വേണമെന്നുള്ളത്. കാരണം ഇപ്പോൾ ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ തുർക്കി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പിന്നെ ഇടയ്ക്കും മറിക്കും പറഞ്ഞുകൊണ്ടിരുന്ന ഉക്രൈൻ ഒരു സൈഡിൽ ഇന്ത്യയിലോട്ട് പിന്നെ റഷ്യയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു ഡീലിൽ ഇന്ത്യയോട്ട് മാറി. പിന്നെ അതുപോലെ തന്നെ മലേഷ്യ ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അവിടുത്തെ ആ ഒരു വർഗീയ ചിന്ത ഉണ്ടായിരുന്ന ആ ഒരു മിനിസ്റ്റർ അവിടെ നിന്ന് മാറിപ്പോയി, പ്രധാനമന്ത്രി ഇപ്പോൾ വേറെ ആളാണ്. ഈ വക കാരണങ്ങളൊക്കെ കൊണ്ട് പാകിസ്ഥാൻ ശരിക്കും തകർന്ന് തരിപ്പണമേ ഇരിക്കുകയാണ്. അപ്പം ശരിക്കും അവിടെ പിന്നെ നമ്മൾ ഈ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് സംസാരിച്ച സമയത്ത് ഈ ഡെസ്കിലൊക്കെ തട്ടി ഭയങ്കര പിന്നെ ആവേശത്തോടു കൂടി കശ്മീരിന് ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ആണ് കശ്മീർ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. പക്ഷേ അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രിക്ക് പോലും ഈക്വലായിട്ടുള്ള ആ ഒരു പൊസിഷൻ ഡെസിഗ്നേറ്റിലുള്ള ആളല്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറാണ് അവിടെ അതിന് പകരം കൊടുത്തത്. നെക്സ്റ്റ് ഡേ ആണ് അതിന് കൗണ്ടർ ചെയ്തത്. നെക്സ്റ്റ് ഡേ കൗണ്ടർ ചെയ്ത സമയത്ത് പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അതിന് പിന്നെ പാകിസ്ഥാൻ ഇനി എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ടെററിസം അവിടെ ഒതുക്കി നിർത്താനേ പറ്റുള്ളൂ, അത് എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ അടിച്ചമർത്തി സംസാരിക്കുകയാണ് ചെയ്തത്. അതോടെ അത് തീർന്നു. പിന്നെ അതിന് ശേഷം വന്ന കാര്യം വെച്ചാൽ പാകിസ്ഥാൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടെ നിന്ന് അതിൻ്റെ കൗണ്ടർ ബാറ്റിൽ എടുത്തിട്ട് അവരുടെ ടൈം ലൈൻ മേടിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന ആൾക്കാരെ തന്നെ ഇത് ചിരിച്ചുകൊണ്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പം കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് മറുപടി കൊടുക്കുകയുണ്ടായി. ബവിക എന്ന് പറഞ്ഞ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവാണ് അതിന് മറുപടി കൊടുത്തത്. ആ മറുപടി കൊടുത്തപ്പോഴത്തേക്ക് അവർ കൃത്യമായിട്ട് നമ്മുടെ പാർലമെൻറ്റ് അറ്റാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതോടുകൂടി ആ വിഷയം അങ്ങ് ഒതുങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ 2 റെപ്രസെൻറ്റേറ്റീവിനെ കാശ്മീർ ലാൻഡിൽ നിന്ന് നമ്മൾ 2 പേരെ കൊണ്ടുപോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് UN വളരെ കൺവിൻസബിൾ ആണ്. കാരണം അവിടുത്തെ ഡയറക്റ്റ് വിറ്റ്നസ് ആണ് ഈ പാകിസ്ഥാൻ ചെയ്യുന്ന അട്രോസിറ്റീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പ്ലെബിസൈറ്റ് വേണം എന്നുള്ള ഒരു ആശയമാണ് അവിടെ ഈ കൗണ്ടർ ബാറ്റിൽ സംസാരിച്ച പാകിസ്ഥാൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ സംസാരിക്കേണ്ടായത്. അപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെറുക്കന് വിവരമില്ലാതെയാണ് പറയുന്നത്. പ്ലെബിസൈറ്റിന് ഇപ്പോൾ ഇന്ത്യ ഒരിക്കലും സമ്മതിക്കരുത്. കാരണം പ്ലെബിസൈറ്റ് 1948 ഏപ്രിലിൽ അന്നത്തെ ഒരു സ്ഥിതി വിവരം, അന്നത്തെ അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ, ജീവിതശൈലി, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ പോപ്പുലേഷൻ, ഇത്ര ശതമാനം മുസ്ലിംസ്, ഇത്ര ശതമാനം ഹിന്ദുസ്, പണ്ഡിറ്റ്, ഇങ്ങനത്തെ ഒരു ബുദ്ധിസ്റ്റ്, ഇങ്ങനെയൊക്കെ ഒരു സമഗ്രമായ ഒരു പോപ്പുലേഷൻ ഈവൻച്വലി ഉണ്ടായിരുന്ന സമയത്താണ് ഈ പ്ലെബിസൈറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പം കാശ്മീർ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായി ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിംസാണ്. അവിടുത്തെ മൈനോറിറ്റിയാണ് മറ്റ് റിലീജിയൻസ്. നമ്മൾ ഇന്ത്യയിൽ മൈനോറിറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാം പരക്കെ സംസാരിക്കും. പക്ഷേ മൈനോറിറ്റി നമ്മളൊരു സ്പെസിഫിക് ഏരിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൈനോറിറ്റീസ് പലപ്പോഴും വേറെ മതക്കാരായിരിക്കും. അപ്പോൾ ഈ മൈനോറിറ്റി കോൺസെപ്റ്റ് തന്നെ മാറും. അപ്പോൾ ഇതിനൊക്കെ സെൻസസ് ഒക്കെ എടുത്തൊന്ന് ക്ലിയർ ചെയ്യണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പം ഇന്ത്യ ഒരിക്കലും ഒരു പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞ തീരുമാനത്തിന് അംഗീകരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അന്നുണ്ടായിരുന്ന പോപ്പുലേഷൻ്റെ ആ ഒരു പിന്നെ അവസ്ഥയല്ല ഇന്നുള്ളത്. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഇന്ന് പ്ലെബിസൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഏതെങ്കിലും രീതിയിൽ ഇവർ ആ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തുകൊണ്ടുള്ള വോട്ടിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്ലെബിസൈറ്റിന് വേണ്ടിയുള്ള ക്യാൻവാസിങ് നടക്കും, ഫണ്ട് ഒഴുകും, അവിടെ പല പല വിഷയങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഫോറിൻ കൺട്രീസിൻ്റെ ഇൻഫ്ലുവൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സ്പെഷ്യലി അമേരിക്കയ്ക്കൊക്കെ സിയാച്ചിനിൽ നല്ലൊരു കണ്ണുണ്ട്. നമ്മുടെ UPA സർക്കാരിൻ്റെ സമയത്ത് തന്നെ ഈ സിയാച്ചിനെ അമേരിക്കയ്ക്ക് കൊടുക്കാനുള്ള നല്ല രീതിയിലൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്തോ ഭാഗ്യം വെച്ചാൽ അത് തടി തപ്പിപ്പോയി. അത് വേറൊരു കഥയാണത്.
അപ്പം സിയാച്ചിൻ എന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലൊക്കെ വളരെ നല്ല കണ്ണുണ്ട് അമേരിക്കയ്ക്ക്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇടപെട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് അവസാനം നമ്മുടെ നാടിനെ തല പോകുന്നൊരവസ്ഥയാവും. അതുകൊണ്ട് പ്ലബിസൈറ്റിന് ഒരിക്കലും സമ്മതിക്കരുത്. അവർ ഈ വർഷം പ്ലബിസൈറ്റും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി വർഷം അവർ പ്ലബിസൈറ്റ് ഉന്നയിക്കും. അവിടെ നിങ്ങൾ ഓർത്ത് വെച്ചോ, അടുത്ത വർഷം ഇവൻ ഇതേപോലെ പ്ലബിസൈറ്റ് വേണമെന്ന് പറയും. അപ്പോൾ അതിന് മുമ്പേ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പേ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം അവിടെ റീസെറ്റിൽമെൻറ്റ് നടത്തണമായിരുന്നു. അതായത് അവിടെ നിന്ന് വിട്ടുപോയ ജനങ്ങളെ അടിച്ച് ഓടിച്ചില്ല അവർ ഈ 48-ന് ശേഷം. അവിടെ ഈ ഓരോ കാലങ്ങളായിട്ട് ഈ മറ്റുള്ള ഇതര മതസ്ഥരെ ശരിക്കും പണ്ഡിറ്റ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ ഇവർ അവിടെ നിന്ന് ചവിട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ആൾക്കാരെ തിരിച്ച് അവരുടെ ലാൻഡിലെത്തിക്കണം. അവരുടെ വീടുകളും പറമ്പുകളെല്ലാം ഇവർ കയ്യേറിയതാണ്. അതൊക്കെ കൃത്യമായിട്ട് അവിടെ വില്ലേജും റവന്യൂ എല്ലാം കൊണ്ടുപോയി അളന്നു കഴിഞ്ഞാൽ അതാത് സ്ഥലങ്ങൾ പ്ലോട്ട് അളന്ന് തിരിച്ച് അത് കൃത്യമായി അതാത് സ്ഥലത്തുള്ള ആൾക്കാർക്ക് ആ റെക്കോർഡ് പരിശോധിച്ച് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്ത് ഇവരെ അവിടെ താമസിപ്പിക്കണം. അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറച്ച് 4 വർഷം കൂടെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പുരോഗമനം അവിടെ വരും. കുറച്ച് ഡെവലപ്മെൻറ്റ്സ് നല്ല രീതിയിൽ കുറച്ചുകൂടെ കാണിക്കാൻ പറ്റും. അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഒരു പുതിയ തലമുറയ്ക്ക് എന്താണ് വേണ്ടത്? അവിടെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ, മറ്റുള്ള ഇന്ത്യക്കാർ എങ്ങനെ ജീവിക്കുന്നു അതേപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പം അവിടെ പതിയെ ഇതൊക്കെ അടിച്ചമർത്തലൊക്കെ അവിടെ മാറും. ഈ വക ഈ മതങ്ങളുടെ അട്രോസിറ്റീസും അതിനെ ചൊല്ലി കിട്ടുന്ന നക്കാപ്പിച്ച കാശുകളും ഈ തീവ്രവാദ സംഘടനകളിൽ നിന്ന് കൊടുക്കുന്ന പൈസകളും അതൊക്കെ അവിടെ അവർ വേണ്ടാന്ന് വെക്കും. നല്ല ജോലിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ, പിന്നെ എന്താണ് വേണ്ടത്? അപ്പോൾ ഒരു പുതിയ തലമുറ, യങ്സ്റ്റേഴ്സിൻ്റെ തലമുറ വേറെ രീതിയിൽ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പാണ് കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ 2019 നമ്മൾ അബ്രോഗേറ്റ് ചെയ്തതാണ് ആർട്ടിക്കിൾ 370. അപ്പോൾ അതിനുശേഷം ഒരുപാട് ഇപ്പം 2024 ഇനി ഒരു 4 വർഷം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 വർഷ കാലാവധിയായി. അപ്പോൾ ആ 10 വർഷത്തിനകത്ത് ഒരു പുതുതലമുറ നല്ല ഒരു 10 വയസ്സിലുള്ള ഒരു 22 വയസ്സിലെത്തുന്ന ഒരു തലമുറ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ അതിലോട്ട് വേണം ഫോക്കസ് ചെയ്യണമായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് നമ്മൾ എടുത്തു ചാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം ഇലക്ഷനിൽ ഒരുപാട് ജമാഅത്ത് ഇസ്ലാമിയുടെ കാൻഡിഡേറ്റ്സ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 30 പേര് മത്സരിക്കുന്നതാണ് കേട്ടത്. ഇനി ഇവരിൽ നിന്നൊക്കെ 1, 2, 5, 10 ഒക്കെ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ കാര്യം എന്നറിയാമല്ലോ. മറ്റേ ഒമർ അബ്ദുള്ളയും ഇപ്പുറത്ത് മെഹബൂബ മുഫ്തിയൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ്, ഇങ്ങനെ വേഴാമ്പലിനെ പോലെ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും 1-2 വീണ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ കാശ്മീർ, ഇപ്പോൾ ഉമർ അബ്ദുള്ളയ്ക്കും പാകിസ്ഥാനും ഉള്ളത് ഒരേ നിലപാടാണ്. കോൺഗ്രസിനും ഇതേ നിലപാടാണെന്ന് തോന്നുന്നു. ആർട്ടിക്കിൾ 370 റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്ന നിലപാട്. ഇതെന്ത് നിലപാടാണ്? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് എടുത്ത് മാറ്റിയത്? അതുകൊണ്ട് അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നില്ല. അതെങ്കിൽ ഇവർ പൊളിറ്റിക്കൽ നാടകത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന് ഇങ്ങനെ വിറ്റുതുലയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് തികച്ചും നാഷണാലിറ്റി ബേസിസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഇത് ഒരു പാർട്ടി ബേസിലോ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഈ ആർട്ടിക്കിൾ 370 നമ്മുടെ ടാക്സ് മണി നമ്മളുടെ ഓട്ടോണമിയിൽ പെടാത്ത ഒരു രാജ്യത്തിന് കൊടുത്തതുപോലെയാണ് ഇത്ര നാൾ കൊടുത്തുകൊണ്ടിരുന്നത്. ആ ടാക്സ് മണി നമ്മൾ കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു വാല്യൂ വേണ്ടേ? ഒരു ഈ കേരളത്തിലോ കന്യാകുമാരിയിലുള്ള ഒരുത്തന് പോലും കാശ്മീരിൽ പോയി ഒരു 2 സെൻറ്റ് ഭൂമി മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ടാക്സ് മണി കൊടുക്കുന്നത്? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം വരും തലമുറകളിൽ ചിന്തിക്കാൻ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, വരുന്നതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.